ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പുതിന ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിനയില 1/4 കപ്പ്, മല്ലിയില 1/2 കപ്പ്, തൈര് 4 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 വെളുത്തുള്ളി ചെറിയ 2 അല്ലി, ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങാനീര് 1 ടീസ്പൂൺ. ഞാനിവിടെ പുതിന ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം വേണ്ടത് പുതിന. 1 കപ്പ് പുതിന എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ 1/2 കപ്പ് പുതിന എടുത്തു. 1 കപ്പ് മല്ലിയില എടുത്തു. മല്ലിയില നല്ലതായിട്ട് കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ പുതിനയും മല്ലിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. എപ്പോഴും മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത്. വെള്ളമൊന്നുമില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എരിവിനുള്ള പച്ചമുളക്, ഞാൻ 1 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ 2 വെളുത്തുള്ളി, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ജീരകം, ചെറിയ ജീരകം, പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളത് ചേർത്താലും മതി. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ്, 1 നുള്ളു മതി. ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ഈ ചട്നി ആ പച്ചമുളകും എല്ലാം ഇട്ട് ഒന്നുകൂടി അരച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ട് നമുക്കിത് നരച്ചെടുക്കാം ഒന്നുകൂടി. അപ്പം നല്ല പേസ്റ്റ് പോലെ ആയിക്കോളും. അപ്പം വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുമാത്രം വേണോ അതനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പോകത്തില്ല. നമ്മൾ തൈരൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലാണ് കളർ മാറുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പ്. നമുക്കിത് ബ്രെഡ് സാൻഡ്വിച്ചിനൊക്കെ ബ്രെഡിൽ തേക്കാം. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഒക്കെ നല്ലൊരു ചട്നിയാണിത്. ഇത്രേ ഉള്ളൂ. ഇത് നന്നായിട്ട് അടച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ സമയത്ത് എപ്പം വേണേലും എടുത്ത് ഉപയോഗിക്കാം. കുറച്ച് 2-3 ദിവസമൊക്കെ നന്നായിട്ട് കളർ പോകാതെ തന്നെ ഇരിക്കും. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.